ഹലോ ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അത് ഒരു എന്താ പറയുക 1 to 2 hours അത് അങ്ങനെയൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാറുണ്ടല്ലോ ചിക്കൻ. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് നമ്മൾക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമ്മൾക്ക് പാൻ അടുപ്പത്ത് വെച്ച് ഓയിലൊക്കെ ചൂടാവുന്ന ആ ടൈം മതി നമുക്ക് ഈ ഒരു മസാല തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് നോക്കിയാൽ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ 250 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് അതുപോലെ കട്ട് ചെയ്തെടുത്താൽ കേട്ടോ, വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുത്താണ്. എന്നിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ലാന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഞാൻ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നത് മാത്രം. അപ്പോൾ 2 ടീസ്പൂണോളം ഞാൻ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ എരിവിന് അനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ലെമൺ ജ്യൂസാണ്. അപ്പോൾ ഞാനൊരു ഫുൾ ലെമൺ എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ചേർത്ത് കൊടുക്കാം. ദെൻ 2 ടീസ്പൂണോളം ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ കോൺഫ്ലോർ അല്ലെന്നുണ്ടെങ്കിൽ മൈദ അങ്ങനെയൊക്കെയല്ലേ ചേർത്ത് കൊടുക്കാറ്. ബ്രെഡ് ക്രംസിലിട്ട് നമ്മൾ അങ്ങനെ ഫ്രൈ ചെയ്യാറില്ല. അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. 2 ടീസ്പൂണോളം ഞാൻ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കൈയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ചിക്കനിൽ നന്നായിട്ട് ആ മസാല ഒന്ന് കോട്ട് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 ടീസ്പൂണോളം ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതൊന്നും കൂടി മിക്സ് ചെയ്ത് വെക്കുക. ദെൻ പിന്നെ നമ്മൾ എണ്ണയിൽ മുക്കി കിടന്നിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം കേട്ടോ അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു പാത്രം തന്നെ എടുക്കാം. ഞാൻ ഒരു കടായി എടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ദെൻ നമുക്ക് അതിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഈ ഒരു മസാല ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിതുപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് പൊറോട്ട, ചപ്പാത്തി, പിന്നെ അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് അതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായി. അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഓരോ പീസ് ചിക്കൻ ഇട്ടിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഇടുമ്പോൾ എല്ലാതും തമ്മിൽ കൂട്ടിമുട്ടാതെ വിധത്തിൽ ഒന്ന് നീക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
പിന്നെ അധികം ടൈം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ചിക്കൻ ഫ്രൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി ട്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.